സോ SSC GD കോൺസ്റ്റബിളിൻ്റെ കട്ട് ഓഫ് ഈ വർഷം എത്ര വരും? 2026 SSC GD കോൺസ്റ്റബിളിൻ്റെ കട്ട് ഓഫ് എത്രയായിരിക്കും എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഇത് രണ്ട് പാർട്ടായിട്ടാണ് വീഡിയോ വരുന്നത്. ഞാൻ ഓരോന്ന് കാണിച്ചിട്ട് തന്നെ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ കൊടുത്തേ ഉള്ളൂ. ഇത് ഒന്നാമത്തെ വീഡിയോ ആണ്, മറ്റൊരു വീഡിയോയും കൂടി വരും. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നുന്നത് എന്തിനാണ് രണ്ട് വീഡിയോ എന്ന്. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാനിവിടെ വർക്ക് ചെയ്ത കുറച്ച് സ്ലൈഡും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതിലാദ്യം തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങൾ തന്നെ ചെയ്ത പോളാണ്. ആ പോളിൽ കൂടുതൽ പേരും പറഞ്ഞിട്ടുള്ളത് വേക്കൻസി കൂടുന്നതിന് മുമ്പ് ഒരു വീഡിയോ വേണം, കൂടിക്കഴിഞ്ഞതിന് ശേഷവും ഒരു വീഡിയോ വേണമെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേക്കൻസി കൂടുന്നുള്ള കൺഫേം ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പം നിലവിൽ ഞാൻ പറയുന്ന കട്ട് ഓഫ് കണ്ട് നിങ്ങൾ പേടിക്കരുത് എന്നാണ് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. വേക്കൻസി ഇപ്പം ഞാൻ വേക്കൻസി 25,000 ചില്ലാനും വേക്കൻസി ഉള്ളതിൻ്റെ കട്ട് ഓഫാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. പിന്നെ കൂടിക്കഴിഞ്ഞാൽ എത്രത്തോളം കൂടും, എത്രമാത്രം വരാൻ സാധ്യതയുണ്ട്, അതും ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ തായിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്, ഒരു സുഹൃത്ത് നമ്മുടെ PDF മെറ്റീരിയൽ വാങ്ങി പഠിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഏകദേശം 107 മാർക്കിൻ്റെ അടുത്ത് മാർക്കും ലഭിച്ചിട്ടുണ്ട്. 107+ മാർക്കും ലഭിച്ചിട്ടുണ്ട്. സോ വലിയൊരു കാര്യം തന്നെയാണ്. അദ്ദേഹം ഒരു ബോയ് ആണ്. ബോയ് എന്ന് പറയുമ്പോൾ ഗേൾസിന് അത്ര ലഭിക്കില്ല, അല്ലെ ബോയ്സ് ഇതാണ് അങ്ങനെ വേർതിരിച്ച് കാണുന്നതെന്നല്ല. ചിലവർ SSC GD എന്താണെന്ന് പോലും അറിയാതെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും. അത് SSC എന്താണെന്ന് അറിയുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. SSC GD കോൺസ്റ്റബിൾ എക്സാം എന്താണെന്ന് അറിയുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. 100ന്റെ മുകളിലൊക്കെ സാധാരണ കട്ട് ഓഫ് വരുത്തുള്ളത് പെൺകുട്ടികൾക്കാണ്. ആൺകുട്ടികളുടെ കട്ട് ഓഫ് ഏകദേശം വരുന്നത് ഒരു 90ന്റെ താഴെയാണ്. അധിക സമയത്തും അത്രയേ വരുത്തുള്ളൂ എന്നല്ല, അധിക സമയത്തും വരാറുള്ളത്. അപ്പം 100ന്റെ മുകളിലൊക്കെ ഇത്രയും വലിയൊരു മാർക്ക് വാങ്ങി നോർമലൈസേഷനൊക്കെ കയറുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് നല്ലൊരു മാർക്ക് ലഭിക്കും. ഇദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കാതെ ഫിസിക്കൽ ഇപ്പോഴേ ചെയ്തു തുടങ്ങുക എന്നുള്ളത് നമുക്ക് കണ്ണടച്ച് പറയാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അദ്ദേഹം നമ്മളെ മെറ്റീരിയൽ വാങ്ങി പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒന്നാമത് പറയാനുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് നമ്മുടെ മെറ്റീരിയൽ യൂസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതിൽ കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ആവശ്യമാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാതെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഒരുപാട് പേർക്ക് മെറ്റീരിയൽ യൂസ് ആയിട്ടുണ്ട്, പിന്നെ നമ്മുടെ ക്ലാസ് യൂസ് ആയിട്ടുണ്ട്. അവരെയൊക്കെ മാർക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ ഒന്ന് പറയാനുള്ളത്, നമ്മുടെ പോളിനെ ഒരു അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഈ ഒരു വീഡിയോ വരുന്നത്. അതായത് നമ്മുടെ വാട്സപ്പ് ചാനലിൽ പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, എത്രത്തോളം കട്ട് ഓഫ് നിങ്ങൾക്ക് മാർക്ക് ലഭിച്ചിട്ടുണ്ട് ആൻസർ കീ നോക്കിയപ്പോൾ എന്നുള്ളതിൻ്റെ ഒരു ബേസിൽ നമ്മൾ പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പേര് വിവിധ രീതിയിൽ പോൾ ചെയ്തിട്ടുണ്ട്. അത് നമുക്കെല്ലാം കൃത്യമായിട്ട് വിശ്വസിച്ചെടുക്കാനായിട്ട് സാധിക്കത്തില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2025 ഐ തിങ്ക് ആ ഒരു സമയത്ത് ഞാൻ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. SSC GD എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ എത്ര SSC GDൻ്റെ എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു എന്ന്. ചിലവരതിൽ 80 പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലവർ 70 പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ചിലവർ 90, ചിലവർ 100 പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 100 ഇതൊക്കെ കൃത്യമായിട്ട് ആൻസർ ചെയ്തു, 100 ആൻസർ ചെയ്തു, 95 ആൻസർ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവം അവർ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ 80 ചോദ്യം മാത്രമേ SSC GD കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ചോദ്യം 100 അറ്റൻഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുറേ പേര് വെറുതെ എഴുതാത്തവർ വരെ ചിലപ്പം പോൾ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റില്ല. അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്തിട്ട് വേണം നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു റേഷ്യോ വെച്ചിട്ട് വേണം നമുക്കത് ആ ഒരു പോളിൽ നിന്ന് എടുക്കാൻ. പക്ഷേ ഇങ്ങനെയുള്ള ഒരുപാട് നമ്മുടെ ക്ലാസ്സിൽ നിന്നുള്ളവരാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ PDF വാങ്ങി പഠിച്ചവരുടെ ഒപ്പീനിയൻ ആണെങ്കിലും ഇങ്ങനെ ഒരുപാട് ഒപ്പീനിയൻ ജെന്യുവിൻ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ രജിസ്റ്റർ നമ്പർ അടക്കമുണ്ട്. നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഒഫീഷ്യലായിട്ടുള്ള ഇത് തന്നെയാണ്. ആൻസർ കീൻ്റെ ഒരു സൈറ്റിൽ ഇട്ടിട്ടുള്ള റാങ്ക് നോക്കുന്ന ഒരു സൈറ്റിൽ ഇട്ടിട്ടുള്ളതിൻ്റെ റിസൾട്ടാണ് അദ്ദേഹം ഇവിടെ കൊടുത്തില്ല. 107 മാർക്കിൻ്റെ മുകളിലുണ്ട്. ഈ സംഭവത്തിൽ 107 മാർക്ക് കൂടുതൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പിന്നെ 92 മാർക്ക്, 97 മാർക്ക്, അങ്ങനെ പല മാർക്കുകൾ ലഭിച്ച കുട്ടികൾ ഇതിലുണ്ട്. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന കട്ട് ഓഫ് കേട്ട് ചിലപ്പോൾ നിങ്ങൾ പേടിക്കും. കാരണം ഞാൻ ഏറ്റവും മാക്സിമം കുറച്ചിട്ടാണ് പറഞ്ഞത്. ഏറ്റവും കുറവ് എത്ര വരാൻ സാധ്യതയുണ്ട് ഈ ഒരു വേക്കൻസിയിൽ എന്നുള്ളതിൻ്റെ ബേസിലാണ് ഞാനിപ്പം കട്ട് ഓഫ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തുടക്കം മുതൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു വരാമെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ലഭിക്കത്തുള്ളൂ. സോ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ PDF മെറ്റീരിയൽ വാങ്ങേണ്ട വാട്സപ്പ് നമ്പറാണ്. ഇതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എല്ലാമാണ് നമ്മുടെ വാട്സപ്പിൻ്റെ ഒരു സ്റ്റോർ ഉണ്ട്. ആ സ്റ്റോർ നമ്മുടെ PDFൻ്റെ സ്റ്റോർ ഉണ്ട്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്തിരുന്നു കഴിഞ്ഞാൽ അതിലെല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളും മെറ്റീരിയലായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ലഭിക്കും. അതിൻ്റെ ലിങ്ക് നേരെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. സോ തുടക്കത്തിൽ തന്നെ നമുക്ക് നേരെ ഈ ഒരു 2026 SSC GD കോൺസ്റ്റബിളിൻ്റെ കട്ട് ഓഫ് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് എന്നുള്ള കാര്യത്തിലേക്ക് കിടക്കാം. അതിനെ പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം, ഇതിപ്പോൾ തുടക്കത്തിലുള്ളൊരു വീഡിയോ ആണല്ലോ. ഇതിനുശേഷം മറ്റൊരു വീഡിയോ വരും. അതിൽ ഞാൻ നേരെ വന്നിരുന്ന് പറയാൻ പോകുന്നത് ഇപ്പം 10ലാണ് മാർക്ക് എന്ന് വിചാരിക്കുക. ഒരു മാർക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് 10ലാണ് മാർക്ക്. 10ൽ OBCക്ക് അല്ലെങ്കിൽ ജനറലിന് EWSന് ഇത്ര മാർക്ക് കട്ട് ഓഫ് ഉണ്ടാവും. 6 മാർക്കായിരിക്കും കട്ട് ഓഫ്, അല്ലെങ്കിൽ 3 മാർക്കായിരിക്കും കട്ട് ഓഫ്. അപ്പോൾ ഇത് ഏർന്നെടുത്ത് പറയുന്നതാണോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് പലർക്കും ഉണ്ടാകും. കഴിഞ്ഞ തവണ നമ്മൾ കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്ത സമയത്ത് 1 മാർക്ക് അങ്ങോട്ടും 1 മാർക്ക് ഇങ്ങോട്ടുള്ള ചെറിയ ഡിഫറൻസ് അല്ലാതെ അത്രയും കൃത്യതയോട് കൂടിയിട്ട് കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് സംഭവം വരുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു വീഡിയോയിലും കൂടി അത് ഷെയർ ചെയ്യുകയാണെങ്കിൽ അന്ന് നിങ്ങൾ ഇതൊക്കെ വന്ന് റിസൾട്ടൊക്കെ വന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ കട്ട് ഓഫ് പ്രെഡിക്റ്റ് ചെയ്യുന്ന സമയത്ത് ഏകദേശം റിസൾട്ടൊക്കെ വരാനായിട്ടുണ്ടാവും. കാരണം ന്യൂ വേക്കൻസി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം
25 to 30 ദിവസത്തിൻ്റെ ഉള്ളിൽ റിസൾട്ട് വരും. ഈ SSCൻ്റെ റിസൾട്ട് വരും. അപ്പോൾ ആ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നിനും സമയം ഉണ്ടാവില്ല. പിന്നെ ആ ഒരു ടൈമിലേക്ക് റിസൾട്ട് വന്നതിൻ്റെ ടൈമിലേക്ക് നിങ്ങൾ പുതിയ വേക്കൻസി അപ്ഡേറ്റ് ആയ ടൈമിലേക്ക് പലരും പ്രാക്ടീസിൻ്റെ പല തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 48,83,309 പേരാണ് ഈ തവണ SSC GD കോൺസ്റ്റബിൾ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മുമ്പ് ചെയ്ത വീഡിയോൻ്റെ 2026 SSC GDൻ്റെ മുൻപ് ചെയ്ത വീഡിയോൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ്, നമ്മുടെ തന്നെ വീഡിയോൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ്. സോ കഴിഞ്ഞ തവണ 2025 എന്ന് പറഞ്ഞ വർഷത്തിൽ 50% പോലും അപേക്ഷകരിൽ നിന്ന് പരീക്ഷ എഴുതാനായിട്ട് പോയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സാധാരണ SSC GD കോൺസ്റ്റബിൾ പരീക്ഷയൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം 60 മുതൽ 70% ഉദ്യോഗാർത്ഥികൾ വരെ പരീക്ഷ എഴുതാനായിട്ട് പോകാറുണ്ട്. കഴിഞ്ഞ തവണ അത്രയധികം ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണ തീർച്ചയായിട്ടും നല്ലൊരു പെർസെൻറ്റേജ് തന്നെ അറ്റംപ്റ്റ് വരാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ഞാൻ വാട്സപ്പിൽ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, നെക്സ്റ്റ് ഇയർ SSC GD എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും നമുക്ക് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. കാരണം അഗ്നിവീർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് അവിടെ വരുന്നുണ്ട്, അവർക്ക് റിസർവേഷൻ കൊടുക്കുന്നുണ്ട്. ചില ഫോഴ്സുകളിലേക്കെല്ലാം 50% അടുത്ത്, അതായത് 100 വേക്കൻസി ഉണ്ടെങ്കിൽ അതിൽ 50 വേക്കൻസിയും അഗ്നിവീറിന് റിപ്പോർട്ട് ചെയ്യുന്നുള്ള രീതിയിലുള്ള ഒരു ഇൻഫർമേഷനൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും വേക്കൻസി നോർമൽ സിവിലിയൻസിൽ ലഭിക്കേണ്ട വേക്കൻസി എക്സ് അഗ്നിവീഴ്സിലേക്ക് പോവുകയാണ്. സോ അവർക്ക് റിസർവേഷൻ കൊടുക്കേണ്ടതെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ആ മുമ്പിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷനെ ഇതാക്കി പറയുന്നതാണ് കേട്ടോ, മറ്റൊരു രീതിയിൽ എടുക്കാതിരിക്കുക. അപ്പം ആ ഒരു വേക്കൻസി അങ്ങനെ പോകുന്ന സമയത്ത് കുറേയധികം കോമ്പറ്റീഷൻ അവിടെ ടൈറ്റ് ആവുക, അങ്ങനെ കുറേ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇത്തവണ മാക്സിമം അറ്റൻഡ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പാണ്. അപ്പോൾ എന്തായാലും SSC GD കോൺസ്റ്റബിളിൻ്റെ വേക്കൻസിയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 25,408 വേക്കൻസീസ് ആണുള്ളത്. ടോട്ടൽ വേക്കൻസീസ് ആണിത്. അപ്പോൾ അവിടെ മെയിൽ കാൻഡിഡേറ്റ്സിന് 23 ചില്ലാനവും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് നമുക്ക് കാണാൻ സാധിക്കും 2000 ചില്ലാനവും വേക്കൻസീസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ടോട്ടൽ വേക്കൻസിയാണ് ഇവിടെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2025 ടെൻറ്റേറ്റീവ് വേക്കൻസിയാണ് കേട്ടോ, നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്ത സമയത്തുള്ള ടെൻറ്റേറ്റീവ് വേക്കൻസിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റേറ്റിന്, നമ്മുടെ കേരളം എന്ന് പറഞ്ഞ സ്റ്റേറ്റിന് എത്രമാത്രം വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിലേക്ക് കിടക്കാം. സോ ഇവിടെ നിങ്ങൾ കാണുന്നത് ഇതിൻ്റെയൊക്കെ ബേസിലാണ് കേട്ടോ കട്ട് ഓഫ് നമ്മളൊന്ന് പ്രെഡിക്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് നമ്മൾ തന്നെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ മുമ്പ് ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ട് എത്രയൊക്കെയാണ് പിന്നെ അറ്റൻഡ് ചെയ്തിട്ടുള്ള, എത്രയൊക്കെ വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്, അത് കൃത്യമായിട്ട് ഓരോ കാറ്റഗറിയിലൊക്കെ എത്രയാണ് കൃത്യമായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ ആൺകുട്ടികൾക്ക് 330 വേക്കൻസീസ് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ നിലവിലെ സാഹചര്യം. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുകയാണെങ്കിൽ ജനറൽ ഏരിയ, നെക്സൽ ഏരിയ എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ജനറലിൽ 800 ചില്ലാനവും നെക്സലിൽ 500 ചില്ലാനും അങ്ങനെ നല്ല വേക്കൻസീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് തീർച്ചയായിട്ടും മുമ്പോട്ടേക്ക് കൊടുക്കും. മിനിമം ഒരു 800 വേക്കൻസി എങ്കിലും ഇല്ലാതിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. അത്രയെങ്കിലും വേക്കൻസി കേരളത്തിന് വരേണ്ടതാണ് ജനറൽ ഏരിയ ആൺകുട്ടികൾക്ക്. ജനറൽ ഏരിയ ഉള്ളൂ, ഈ വർഷം ജനറലേ ഉള്ളൂ. അപ്പോൾ അത്രയും വേക്കൻസി വരേണ്ടതാണ്. ഇപ്പം 300 ചില്ലറ വേക്കൻസീസ് മാത്രമേ ഉള്ളൂ. ഈ വേക്കൻസീസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കട്ട് ഓഫ് കാണാനായിട്ട് പോകുന്നത്. സോ ഇതിൽ നിന്ന് നമ്മൾ കട്ട് ഓഫ് കാണുന്ന മെത്തേഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ SCക്ക് ഇവിടെ 0 വേക്കൻസിയാണ്, ഇവിടെയും 0 വേക്കൻസിയാണ്, ഇവിടെ 1 വേക്കൻസി ആണെന്ന് പറയുമ്പോൾ ഇവിടെ അത്രയും കോമ്പറ്റീഷൻ കൂടുകയാണ്. SC വിഭാഗത്തിന് സാധാരണ കട്ട് ഓഫ് എന്താ കുറവാണ് വരാറുള്ളത്. പക്ഷെ ഒരു വേക്കൻസിയും ഒരുപാട് പേരും SC വിഭാഗത്തിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നോർമലി ജനറലിനേക്കാളും എന്ത് ചെയ്യും, കട്ട് ഓഫ് കൂടും. ഞാൻ ഏകദേശം ഒരു ഇതിന് പറയുന്നത് കേട്ടോ, ഉദാഹരണത്തിന് കഴിഞ്ഞ തവണ OBCൻ്റെ നല്ലൊരു ഉദാഹരണമാണ്. OBC കുട്ടികൾക്ക് സാധാരണ ജനറലിനേക്കാളും കുറച്ച് താഴെയാണ് കട്ട് ഓഫ്, 1 മാർക്കിനെയും കുറവുണ്ടാവും. പക്ഷെ കഴിഞ്ഞ തവണ പെൺകുട്ടികളുടെ കേസിൽ എടുക്കുകയാണെങ്കിൽ 95, ഒരു എക്സാമ്പിളിന് 90 ചില്ലാനം മാർക്കേ ഉള്ളൂ ജനറൽ കാറ്റഗറിക്ക് പെൺകുട്ടികൾക്കുള്ളത്. അപ്പോൾ OBCൻ്റെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ ഫീമെയിൽസ് OBC ജനറൽ ഏരിയ 101 മാർക്കിൻ്റെ അടുത്താണ്. 101 കൂടുതലുണ്ട്, മാർക്കിൽ അടുത്തായിരുന്നു. 101 ചില്ലാണ്, അതാ കൂടുതൽ എന്ന് പറഞ്ഞത്. അത്രയും മാർക്ക് കട്ട് ഓഫ് കണ്ടിട്ടായിരുന്നു. കാരണം OBCൻ്റെ വേക്കൻസി കുറവായിരുന്നു, പിന്നെ അറ്റൻഡ് ചെയ്തവരുടെ എണ്ണം കൂടുതലായിരുന്നു. പിന്നെ റിസർവ് ചെയ്തിട്ടുള്ള, അവർക്കുമായിട്ട് റിസർവ് ചെയ്തിട്ടുള്ള ഇതുപോലുള്ള വേക്കൻസീസ് കണ്ടോ, ഇവിടെ ജനറൽ 5, OBC 6, ഇങ്ങനെ 47 ഇതൊക്കെ കണ്ടോ. CSF അതുപോലെ തന്നെ BSFന് ഇത്ര റിപ്പോർട്ട് ചെയ്തു, ഇങ്ങനെയൊക്കെ വേക്കൻസി ഉണ്ടോ. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ നോർമൽ ഒരു വേക്കൻസി മാത്രമാണ്. അതായത് ഇനി വേക്കൻസി കൂടും. BSFൻ്റെ പുതിയ ബറ്റാലിയനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ BSFന് ആകെ 7 ഒഴിവായിട്ട് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒന്നുമല്ല, ഇനി തീർച്ചയായിട്ടും വേക്കൻസി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യുക തന്നെ ചെയ്യും. അത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം 330 വേക്കൻസിയാണ് ആൺകുട്ടികൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പെൺകുട്ടികളുടെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ 28 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 28 ഒഴിവുകൾ, ശ്രദ്ധിക്കണം, 28 ഒഴിവുകൾ. അതായത് ഇത്രയും കുട്ടികൾ, പെൺകുട്ടികൾ എക്സാം എഴുതിയിരുന്ന 28 പേരെ മാത്രമേ ജോലിക്ക് എടുക്കത്തുള്ളൂ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സാധാരണ SSC GDയിൽ 28 പെൺകുട്ടികൾ മാത്രമേ ജോലിക്ക് പോകാറുള്ളൂ? അല്ല, ഇത് ടെൻറ്റേറ്റീവ് വേക്കൻസി മാത്രമാണ്. ഇനി വേക്കൻസി മുമ്പിലേക്ക് അപ്ഡേറ്റ് ആവാനായിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ.
വേക്കൻസി 50,000 മേ ബി അപ്ഡേറ്റ് ആവാം, അല്ല 45,000 മേ ബി അപ്ഡേറ്റ് ആവാം. അത് അപ്ഡേറ്റ് ആയാൽ മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഇതൊക്കെ ഞാൻ പറഞ്ഞു പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ EWS അതുപോലെ തന്നെ OBC എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടോ, അവിടെ 0 വേക്കൻസീസ് ആണുള്ളത്. നേരത്തെ പറഞ്ഞ അതേ സെയിം എക്സാമ്പിൾ തന്നെയാണ് പറയുന്നത്. അതായത് വേക്കൻസി റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയും കൂടുതൽ പേര് അപ്ലൈ ചെയ്യുകയും, അതായത് ഇവിടെ BSF OBCക്ക് വേക്കൻസി ഇല്ല. അതുപോലെ തന്നെ അടുത്ത CISF നമുക്ക് കാണാൻ സാധിക്കും 5 ഉണ്ട്. അതുപോലെ തന്നെ CRPF 1 വേക്കൻസി, അങ്ങനെ 6 വേക്കൻസി ആയിട്ടുണ്ട്. പിന്നെ ITBP അങ്ങനെയൊക്കെ SSB വേക്കൻസി ഇല്ല. ITBP നോക്കുകയാണെങ്കിൽ OBCക്ക് 1 വേക്കൻസി, 7 വേക്കൻസി. പിന്നെ AR നോക്കുകയാണെങ്കിൽ OBCക്ക് 1 വേക്കൻസി. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. 7 വേക്കൻസിക്ക് വേണ്ടിയിട്ട് ഒരു 100 പേര് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവുക? അപ്പോൾ എന്ത് ചെയ്യും? ജനറലാണെങ്കിൽ ഏകദേശം ഒരു 10 പേരെ ഫൈറ്റ് ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കാം ഒരു 7 വേക്കൻസിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നോർമലി എന്ത് ചെയ്യും? കോമ്പറ്റീഷൻ കുറയും, ജനറലിൻ്റെ മാർക്ക് കുറയും, OBCൻ്റെ മാർക്ക് കൂടും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഏകദേശം. പിന്നെ കുട്ടികളെ എത്ര അറ്റൻഡ് ചെയ്തു അതൊക്കെ വെച്ചിട്ടും പിന്നെ മെഷീൻ ലേണിംഗ് ടെക്നോളജി ഒക്കെ വെച്ചിട്ട് അതിൻ്റെയൊക്കെ സഹായത്തോട് കൂടിയിട്ട് നല്ല ഡാറ്റ അനലൈസ് പവറുള്ള ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിനൊന്ന് ഷോർട്ട് ചെയ്തെടുക്കും. ഷോർട്ട് ചെയ്തതിന് ശേഷം എത്ര കട്ട് ഓഫ് വരാൻ സാധ്യത എന്നുള്ളതിൻ്റെ ഒരു ബേസ് എടുത്തതിന് ശേഷം ഈ കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ ഇത്ര നേരം പറഞ്ഞിട്ടുള്ള ഈ വേക്കൻസിൻ്റെ ഒരു കൃത്യതയിൽ നമുക്ക് കിടക്കാവുന്നതാണ്. ആകെ ആൺകുട്ടികൾക്കുള്ള വേക്കൻസി എന്ന് പറയുന്നത് 330 വേക്കൻസീസ് ആണുള്ളത്. അതിൻ്റെ 8 മടങ്ങ് ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യും? ഫിസിക്കൽ ടെസ്റ്റിന് വിളിക്കും. അതായത് അതിൻ്റെ 8 മടങ്ങ് ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുമ്പോൾ 2640 ഉദ്യോഗാർത്ഥികൾ ഫിസിക്കൽ ലിസ്റ്റിലുണ്ടാവും. അപ്പോൾ അത്രയും ഉദ്യോഗാർത്ഥികളായിരിക്കും എടുക്കുന്നുണ്ടാവുക. അപ്പോൾ അത്രയും 2640 ഉദ്യോഗാർത്ഥികൾ അടങ്ങുന്ന ആൺകുട്ടികളുടെ ഒരു ലിസ്റ്റ് ആയിരിക്കും വരാനായിട്ട് പോകുന്നത്. പിന്നെ പെൺകുട്ടികളുടെ കേസിലേക്ക് കിടക്കുകയാണ് നമുക്ക് കാണാൻ സാധിക്കും 28 ഒഴിവുകളാണ് ആകെയുള്ളത്. അതിൻ്റെ 8 മടങ്ങ് ഉദ്യോഗാർത്ഥികൾ 224 ഉദ്യോഗാർത്ഥികളായിരിക്കും ഫിസിക്കലിന് വിളിക്കാനായിട്ട് പോകുന്നത്. സോ ഇതൊന്നും അല്ല സംഭവിക്കാനായിട്ട് പോകുക എന്ന് നമുക്കറിയാം, കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ പാനിക് ആവാതിരിക്കുക എന്നാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളൊരു കാര്യം. കാരണം ഇത് ടെൻറ്റേറ്റീവ് വേക്കൻസിയാണ്, വേക്കൻസി കൂടും. അപ്പം വേറൊരു കട്ട് ഓഫ് വീഡിയോ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾ താഴേക്ക് നോക്കാനായിട്ട് പോകുന്നതാണ് ഒരു പ്രെഡിക്റ്റഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. സോ അത് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് SSC GD കോൺസ്റ്റബിളിൻ്റെ പ്രെഡിക്റ്റഡ് കട്ട് ഓഫ് 2026 ഡീറ്റെയിൽസ് ആണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു ഡാറ്റയാണ് കേട്ടോ, ഏകദേശം ഒരു ഡാറ്റയാണ്. ഇത് കണ്ട് നിങ്ങൾ പേടിക്കരുത്, ഞാൻ പറയുകയാണ്. ഇവിടെ വേക്കൻസി കൂടി എത്രമാത്രം വരും എന്നുള്ളതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് SSC GD കോൺസ്റ്റബിളിൻ്റെ ജനറലിൻ്റെ കട്ട് ഓഫ് ആൺകുട്ടികളുടേതാണ് കേട്ടോ. ഫസ്റ്റ് ആൺകുട്ടികളുടെയാണ് നോക്കുന്നത്. ആൺകുട്ടികളുടെ എത്ര വരുന്നുള്ളതിൽ നമുക്കൊരു ക്ലാരിറ്റി ആദ്യം വരുത്താം. സോ ആൺകുട്ടികളുടെ കട്ട് ഓഫ് പറയുന്നത് 65 to 70 മാർക്കിൻ്റെ ഇടയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു വേക്കൻസിൻ്റെ ഒരു ഇതിൽ വരികയാണെങ്കിൽ അത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത്. OBCൻ്റെ നോക്കുകയാണെങ്കിൽ കൂടുതലാണ്, 70 to 75. അതെന്താ ജനറലിനേക്കാളും OBC എന്നുള്ള രീതിയിൽ ആൺകുട്ടികൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. കാരണം OBCൻ്റെയും അതുപോലെ തന്നെ ജനറലിൻ്റെയും വേക്കൻസിയും അതുപോലെ തന്നെ മാർക്കിങ്ങും ഞാൻ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത സമയത്ത് എനിക്ക് അങ്ങനെ തോന്നി. കൂടുതലും ആ ഒരു ഡാറ്റ വെച്ച് അനലൈസ് ചെയ്ത സമയത്ത് OBCക്ക് കൂടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം OBC ഞാൻ ഒരുപാട് പേരെടുത്ത് ചോദിച്ചു, OBCക്ക് നല്ല മാർക്ക് വാങ്ങിയവരാണ് കൂടുതൽ പേരുള്ളത്. അതുപോലെ തന്നെ OBCൻ്റെ വേക്കൻസി ഞാൻ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഇത് കൃത്യമായിട്ട് ഇതുപോലെ അല്ല വരിക, വേക്കൻസി കൂടും, പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക, അതുകൊണ്ട് ടെൻഷൻ ആവണ്ട. SC കാണാൻ സാധിക്കുന്നതാണ് 56 മുതൽ 60 മാർക്കിൻ്റെ ഇടയിലാണ് വരിക. ഇത്രയൊന്നും ഒരിക്കലും കട്ട് ഓഫ് വരില്ല, നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. പക്ഷേ നിലവിലുള്ള വേക്കൻസി വെച്ചിട്ട് ഇത്രയേ കട്ട് ഓഫ് വരത്തുള്ളൂ. കാരണം വേക്കൻസി കുറവാണ്, കോമ്പറ്റീഷൻ കൂടുതലാണ്. SCയിലുള്ള കുട്ടികളാണെങ്കിൽ നല്ല രീതിയിൽ ഇപ്പം പഠിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് മാർക്ക് കുറയുമെന്ന് വിചാരിച്ച് അവർ പഠിക്കാതിരിക്കുന്നില്ല, നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. അവരും കൂടുതൽ മാർക്ക് വന്നിട്ട് നേരത്തെ എനിക്ക് ഒരു മെയിൽ കണ്ട സമയത്ത് അതിൽ പറഞ്ഞത് SC കാറ്റഗറിയിലുള്ള ഒരു കുട്ടിയാണ്, അദ്ദേഹത്തിന് 72 73 മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് NCC വേറെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തീർച്ചയായിട്ടും SCൻ്റെ ഒക്കെ മാർക്ക് എന്ത് ചെയ്യും? അപ്പർ ലെവലിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ STൻ്റെ കാണാൻ സാധിക്കുന്നതാണ് 52 മുതൽ 55 ഇടയിലായിരിക്കും കട്ട് ഓഫ് വരിക എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ EWSന് ഏകദേശം 50 മാർക്കിൻ്റെ അടുത്ത് ഇടപിടിക്കുന്ന രീതിയിലായിരിക്കും ഈ ഒരു വേക്കൻസി ആണെങ്കിൽ കട്ട് ഓഫ് വരാനായിട്ട് പോകുന്നത്. EWSന് മേ ബി ഇതിൽ കൂടിയാലും നമുക്ക് ഒന്നും പറയാനൊന്നുമില്ല. കാരണം EWSൻ്റെ വേക്കൻസീസ് കുറവാണ്. കൂടുതൽ കുട്ടികൾ EWS സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് ഇതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഫീമെയിൽസിൻ്റെ കേസിലേക്ക് കിടക്കുകയാണെങ്കിൽ 80 to 85 മാർക്കിൻ്റെ ഇടയിലായിരിക്കും ഫീമെയിൽസിൻ്റെ കട്ട് ഓഫ് വരിക ജനറലിൻ്റെ. അത് OBCൻ്റെ നോക്കുകയാണെങ്കിൽ 90 to 100 മാർക്കിൻ്റെ ഇടയിലാണ് വരിക. ശ്രദ്ധിച്ചിരിക്കുക, ഇവിടെയും OBCക്കാണ് കൂടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ OBCൻ്റെ വേക്കൻസി അത്രയേ ഉള്ളൂ ഫീമെയിൽസിൽ. ജനറലിന് കുറച്ചുകൂടെ വേക്കൻസി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ ബേസിലാണ്. ഇനി വേക്കൻസി കൂടുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും, വേക്കൻസി കൂടുകയാണെങ്കിൽ മെയിൽസിന് എന്ത് ചെയ്യും? 50 മാർക്ക് ജനറലിൻ്റെ ആണ് കേട്ടോ. 50 to 60 ഇടയിലായിരിക്കും എന്ത് ചെയ്യുക? കട്ട് ഓഫ് വരിക. അത് വേക്കൻസി ഇപ്പോൾ 45,000 അടുത്ത് കൂടുകയാണെങ്കിൽ അതിൻ്റെ ഒരു ബേസിലാണ് ഞാൻ ഇവിടെ
ചെയ്തിട്ടുള്ളത്. 45,000 വേക്കൻസി കൂടുകയാണെങ്കിൽ കേരളത്തിന് ഏകദേശം ഇത്ര ശതമാനം വെച്ച് കിട്ടുന്നു. അപ്പോൾ അതിൻ്റെ ബേസിൽ ഇത്ര ഒരു കട്ട് ഓഫ് കൂടുന്നാണ് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി ഫീമെയിൽസിൻ്റെ ജനറൽ നോക്കുകയാണെങ്കിൽ 70 to 75 ഇതുവരെയാണ് കട്ട് ഓഫ് വരെയാണ് വരാനായിട്ട് സാധ്യതയുള്ളത്. ഇനി 50K ഒക്കെ അതായത് 50,000 വേക്കൻസി ഒക്കെ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? വീണ്ടും തീർച്ചയായിട്ടും കട്ട് ഓഫിൻ്റെ ഗണ്യമായിട്ടുള്ള, കാരണം 8 മടങ്ങ് ആൾക്കാർ എന്ത് ചെയ്യും? ഇതിൻ്റെ ഫിസിക്കലിന് വേണ്ടി വിളിക്കും. ഒറ്റയടിക്ക് ഇതിൻ്റെ ഒരു ബേസിൽ പറയുകയാണെങ്കിൽ 50 മാർക്കിൻ്റെ മുകളിൽ വാങ്ങിയിട്ടുള്ള ആൺകുട്ടികളെല്ലാവരും ഫിസിക്കലിൽ വരും. അവർ സേഫാണ്. ഫിസിക്കൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നതാണ്. 50 മാർക്കിൻ്റെ അടുത്ത് വരത്തുള്ളൂ. വേക്കൻസി കൂടിയിട്ടുള്ള കാര്യമാണ്, നിലവിൽ എന്തായാലും 60ൻ്റെ മുകളിലെങ്കിലും കട്ട് ഓഫ് വരാനുള്ള സാധ്യത ഉണ്ട് ജനറലിന്. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 65 പറഞ്ഞിട്ടുള്ളത്. മിനിമം 60ൻ്റെ മുകളിലെങ്കിലും വരും. ഈ ഒരു വേക്കൻസി ആണെങ്കിൽ 60ൻ്റെ മുകളിലെങ്കിലും വരും. കഴിഞ്ഞ തവണത്തെ പോലെ അനലൈസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും. ഇത് നമ്മുടെ ആ പോളിൻ്റെ ബേസിലും പിന്നെ ഒരുപാട് പേരുടെ കമൻറ്റ് അതുപോലെ തന്നെ മെസ്സേജ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെയാണ്, അതായത് ഒഫീഷ്യലായിട്ട് അവരുടെ ഡാറ്റ വെച്ചിട്ടാണ് അവർ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലും നമുക്കൊരു വിശ്വാസ്യത കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഇവിടെ 50 മാർക്കിൻ്റെ മുകളിലുള്ളവരെന്തായാലും ജനറൽ കാറ്റഗറിയാണ്. ജനറൽ എന്ന് പറയുമ്പോൾ 50 മാർക്ക് മിനിമം ജനറലിനാണെങ്കിൽ ഇത് ഫിസിക്കലിൻ്റെ കട്ട് ഓഫ് ആണ്. വേക്കൻസി കൂടിയിട്ടുണ്ടെങ്കിൽ ഫിസിക്കലിന് പോകേണ്ട കട്ട് ഓഫ്. അപ്പോൾ 50 മാർക്കാണെങ്കിൽ ഓക്കെ, 50 മാർക്കാണെങ്കിൽ ബാക്കിയുള്ള OBC ഒക്കെ ആകുന്ന സമയത്ത് വീണ്ടും അവിടെ നിന്ന് ചെറിയൊരു കുറവുണ്ടാവും. അതുപോലെ തന്നെ SC/ST ആകുമ്പോൾ അവിടെ നിന്നും കുറയും. പിന്നെ EWSന് കുറവുണ്ടാവും, അങ്ങനെ ഉണ്ടാവും. പിന്നെ ഫീമെയിൽസ് ആകുന്ന സമയത്ത് 65 to 70 ഇടയിലായിരിക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 70 to 75 അത് ഏകദേശം കൊടുത്തതാണ്. അപ്പോൾ 65 to 70 ആ ഒരു ലെവലിലായിരിക്കും എന്ത് ചെയ്യുക, 70 to 75 വേക്കൻസി കൂടുന്ന സമയത്ത് നമുക്ക് കട്ട് ഓഫ് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. OBC ആണെങ്കിൽ എല്ലാവരാണെങ്കിലും വേക്കൻസി താഴേക്ക് വരും. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? നമ്മുടെ കേരളത്തിന് എത്ര വേക്കൻസി കൂടുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും 8 മടങ്ങ് ആൾക്കാർ എന്ത് ചെയ്യണം, വേക്കൻസിയുടെ 8 മടങ്ങ് ആൾക്കാരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. ഏകദേശം 5000ൻ്റെ അടുത്ത ആൾക്കാരെങ്കിലും മിനിമം 5000 അല്ലെങ്കിൽ 4000 ആൾക്കാർ മിനിമം എന്ത് ചെയ്യും, നമ്മുടെ ഇതിൽ ലിസ്റ്റിലുണ്ടാവും, ആൺകുട്ടികളുടെ ലിസ്റ്റിൽ വരുന്നതാണ്. അപ്പോൾ അത്രയും പേര് ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് നല്ല രീതിയിൽ കുറേ തന്നെ വേണം. ഒരുപാട് പേർക്ക് ടഫാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരുപാട് പേര് നല്ല രീതിയിൽ സ്കോർ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക, ഒഴിവുകൾ കൂടുന്നതിന് മുമ്പുള്ള കട്ട് ഓഫ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഒഴിവുകൾ കൂടിക്കഴിഞ്ഞാൽ ഏകദേശമുള്ളതാണ്. ഇതൊരിക്കലും നമുക്കിപ്പം പറയാൻ പറ്റത്തില്ല. ഇതിലും കുറവായിരിക്കും ചിലപ്പം വരിക. 50 മാർക്കിൻ്റെ മുകളിലുള്ള ആൺകുട്ടികൾ സേഫ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സേഫ് മീൻസ് ഫിസിക്കൽ ടെസ്റ്റിന് അവർക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫിസിക്കൽ അവർ വരാനുള്ള ചാൻസ് ഉണ്ട്. വേക്കൻസി കൂടുമ്പോഴുള്ള കാര്യമാണ്, ഇപ്പോൾ എല്ലാം ശ്രദ്ധിക്കണം, വേക്കൻസി കൂടുമ്പോഴുള്ള കാര്യമാണ്. അവർ ഫിസിക്കലിന് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ 65ൻ്റെ മുകളിലുള്ള പെൺകുട്ടികൾ ഫിസിക്കലിന് വേണ്ടിയിട്ട് ക്വാളിഫൈ ആവാനുള്ള സാധ്യതയുണ്ട്. വേക്കൻസി കൂടിക്കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന അത്ര വേക്കൻസി എന്ത് ചെയ്യണം, പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യണം. വേക്കൻസി കൂടിയോണ്ട് മാത്രമായിട്ടില്ല, നമ്മുടെ കേരളത്തിൽ ഇത്ര ശതമാനം വേക്കൻസി എങ്കിലും, നല്ലൊരു വേക്കൻസി എങ്കിലും, ആൺകുട്ടികൾക്ക് ഒരു 800 വേക്കൻസി എങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 50ൻ്റെ താഴെയുള്ള ആൾ വരെ ചിലപ്പം ഉൾപ്പെടും. 50 മാർക്കുള്ള ജനറൽ സേഫാണ്. ഇത് ഫിസിക്കലിന് വേണ്ടിയിട്ട് പോകാനായിട്ട് സാധിക്കും. അല്ല 50 അല്ലെങ്കിൽ 50ൽ കൂടുതൽ, അതാണ് ഞാൻ ഏകദേശം പറഞ്ഞിട്ടുള്ളത് കേട്ടോ, 50 ആണ്. സോ ഇതാണ് ഏകദേശം ഒരു പ്രഡിക്റ്റഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇതിൽ ചേഞ്ചസ് വരും, പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ പറഞ്ഞതിൻ്റെ ബേസിൽ എന്താണ് എത്ര കട്ട് ഓഫ് വരും എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തതേ ഉള്ളൂ. മേ ബി ഇത്രയൊക്കെ വരാം എന്നുള്ളതിൻ്റെ ഒരു ഡാറ്റ അനലൈസ് ചെയ്തുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരു കട്ട് ഓഫ് വീഡിയോ ആണ് നിങ്ങളിപ്പം കണ്ടത്. തീർച്ചയായിട്ടും മുന്നിലേക്ക് മറ്റൊരു കട്ട് ഓഫ് വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നതായിരിക്കും. വേക്കൻസി കൂടിയതിന് ശേഷം ചെയ്യുന്നതായിരിക്കും. അത് കൃത്യതയോടുകൂടി വരികയും ചെയ്യും. ഇതൊന്നും ഒരിക്കലും വരുത്തില്ല. 70 മാർക്കൊന്നും കട്ട് ഓഫ് വരുത്തില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ജനറലിന് പെൺകുട്ടികൾക്ക് 80 മാർക്കൊന്നും സ്റ്റാർട്ടിങ്ങിലുള്ള ഫിസിക്കലിന് കട്ട് ഓഫ് വരുത്തില്ല. പക്ഷേ ഈ വേക്കൻസി ആണെങ്കിൽ, ഇപ്പം പറഞ്ഞ വേക്കൻസി ആണെങ്കിൽ ഉറപ്പായിട്ടും ഇത് തന്നെ കട്ട് ഓഫ് വരുത്തുള്ളൂ. പക്ഷേ വേക്കൻസി കൂടും. കട്ട് ഓഫ് ഏകദേശം 50 മാർക്കിൻ്റെ മുകളിലുള്ളവർക്ക് സേഫ് ആയിരിക്കും. 50 മാർക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു വേക്കൻസി 50,000ൻ്റെ അടുത്തെങ്കിലും വേക്കൻസി ഉണ്ടാകും. അപ്പോൾ 50ൽ ചിലപ്പം താഴെ പോകും. അപ്പോൾ 50,000 വേക്കൻസി ഒക്കെ വരികയാണെങ്കിൽ 50ൻ്റെ മുകളിലുള്ളവർക്ക് തീർച്ചയായിട്ടും ഫിസിക്കൽ ചെയ്യാൻ വേണം. വേക്കൻസി കൂടുക തന്നെ ചെയ്യും. വേക്കൻസി കൂടിക്കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത്. പെൺകുട്ടികൾ 60, 65 ഓക്കെ, 65 മാർക്കിൻ്റെ മുകളിലുള്ള പെൺകുട്ടികൾക്കും ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഫൈനൽ ലിസ്റ്റ് വരുമ്പോൾ ഇതായിരിക്കില്ല കട്ട് ഓഫ്, അത് മാറും, അത് തീർച്ചയായിട്ടും മാറും. ഇത് ഫിസിക്കലിന് വേണ്ടിയിട്ടുള്ള കട്ട് ഓഫ് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. പിന്നെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ജസ്റ്റ് ഇവിടെ ഞാനൊന്ന് എഴുതി വെച്ചാൽ, താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫീമെയിൽസിന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 95 മാർക്കുണ്ട്. ജനറലിന് EWS ജനറൽ കാറ്റഗറി മാത്രമേ ഉള്ളൂ കേട്ടോ. കഴിഞ്ഞ തവണ നമുക്ക് നെക്സലും കൂടി ഉണ്ട്, നെക്സൽ ഇത് ആഡ് ചെയ്തിട്ടില്ല. പിന്നെ EWSന് 72 മാർക്ക്, OBCക്ക് 101 മാർക്ക്. കണ്ടോ, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ? OBCയും അതുപോലെ തന്നെ ജനറലും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഫീമെയിൽസിൻ്റെ ആണ് കേട്ടോ. പിന്നെ SCക്ക് 83 മാർക്കായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ളത്.
കഴിഞ്ഞ തവണ വേക്കൻസി കൂടിയതിന് ശേഷമുള്ള കട്ട് ഓഫ് ആണ് കേട്ടോ ഇത്. വേക്കൻസി കൂടി എക്സാം റിസൾട്ട് വന്നപ്പോൾ ഉള്ള കട്ട് ഓഫ് ആണ് നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെയും ബേസ് വെച്ച് ഒരു പെർസെൻറ്റേജ് എടുത്തിട്ടാണ് ഇത്ര മാർക്ക് ഏകദേശം ഉണ്ട്, ആ ഒരു ഡിഫറൻസും കൂടി എടുത്ത് പിന്നെ വേക്കൻസിയുടെ കാര്യങ്ങൾ നോക്കി എല്ലാം നോക്കിയിട്ടാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ കട്ട് ഓഫ് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി ആൺകുട്ടികളുടെ കട്ട് ഓഫിലേക്ക് കിടക്കുകയാണെങ്കിൽ മെയിൽസിൻ്റെ കട്ട് ഓഫ് ആണ് നിങ്ങൾ കാണുന്നത്. മെയിൽസിൻ്റെ കട്ട് ഓഫ് ജനറലിന് 58 മാർക്കാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ തവണ എക്സാമിൻ്റെ കട്ട് ഓഫ് ആണ് 58 മാർക്കാണ് വന്നിട്ടുള്ളത്. ഇത്തവണ എക്സാം കട്ടിയായിരുന്നു. നമ്മുടെ പോളൊക്കെ നോക്കുന്ന സമയത്ത് 45 to 50 ഇടയിലാണ് കൂടുതൽ പേരും മാർക്ക് സ്കോർ ചെയ്തതെന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കുട്ടികളും ഉണ്ട്, നല്ല സ്കോർ ചെയ്തതുണ്ട്. കൂടുതൽ മെജോറിറ്റി ഓഫ് കുട്ടികളും ഈ ഒരു ലെവലിലാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. എക്സാം പെട്ടെന്ന് ടഫ് ആയിട്ടുണ്ട്, സത്യം തന്നെയാണ് അവർ പറഞ്ഞത്. പക്ഷെ കുറേ അധികം കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം കാണുന്നത്, അല്ലെങ്കിൽ ഞാൻ അടക്കം ഷെയർ ചെയ്യുന്ന കാണുന്നത് 92 മാർക്ക് കിട്ടി, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ 107 മാർക്ക് കിട്ടി. അത് കുറച്ചധികം കുട്ടികൾ 100 പേരെ എടുക്കുകയാണെങ്കിൽ ഒരു 10-15 കുട്ടികൾക്ക് ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്, അത്രയും മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊരു എക്സാമ്പിൾ മാത്രം. 100 പേര് പരീക്ഷ എഴുതിയിട്ടുണ്ട്, 10-15 പേർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 10-15 പേര് അവരുടെ മാർക്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അത് മാത്രമേ നമ്മൾ കാണത്തുള്ളൂ. ബാക്കിയുള്ള കുട്ടികൾ ഷെയർ ചെയ്യുന്ന 10 പേര് ഷെയർ 100 പേര് 10 പേര് ഷെയർ ചെയ്ത് 90 പേര് ഷെയർ ചെയ്ത് നമ്മൾ കാണുന്നില്ല. ഈ 10 പേരിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത്രയും മാർക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്നുള്ള ഒരു ധാരണയിലേക്ക് പോകുന്നത്. ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ എന്തായാലും 45 to 50 ഇടയിലാണ് കൂടുതൽ പേരും മാർക്കായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേക്കൻസി കൂടിക്കഴിഞ്ഞാൽ 50 അടുത്തായിരിക്കും. 50 കൂടുതലുള്ള എല്ലാ ജനറൽ കാറ്റഗറിക്കും ഫിസിക്കൽ പോകാനായിട്ട് സാധിക്കും. OBCക്കും സെയിം കട്ട് ഓഫ് ആയിരുന്നു കഴിഞ്ഞ വർഷം വേണ്ടിയുള്ളത് 58. എക്സാം കഴിഞ്ഞിട്ടുള്ള കട്ട് ഓഫ് ആണ് കേട്ടോ. STക്ക് 43, SCക്ക് 50, EWSന് 40. ഇതായിരുന്നു കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും വിയോജിപ്പോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാം. കാരണം ഇതൊരിക്കലും കട്ട് ഓഫ് ആയിട്ട് വരില്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. 50 മാർക്കൊക്കെയാണ് ഞാൻ കട്ട് ഓഫ് ആയിട്ട് കാണുന്നത്. വേക്കൻസി കൂടിക്കഴിഞ്ഞാൽ കട്ട് ഓഫിൽ ചേഞ്ചസ് ഉണ്ടാവും. ഇത് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഒന്ന് അനലൈസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 8 മടങ്ങ് കുട്ടികൾ എടുക്കും വേക്കൻസി കൂടിക്കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ 8 മടങ്ങ് എന്ന് പറയുമ്പോൾ നല്ലൊരു എമൗണ്ട് ഓഫ് കുട്ടികൾ ലിസ്റ്റിൽ വരും. ഫസ്റ്റ് കടമ്പ പാസ്സാകുന്നത് ചെയ്യും, എക്സാം പാസ്സാകുന്നത് ചെയ്യും. ഓക്കെ, എന്തായാലും മറ്റൊരു വീഡിയോ തീർച്ചയായിട്ടും കട്ട് ഓഫിൻ്റെ മറ്റൊരു വീഡിയോ വേക്കൻസി കൂടുമ്പോൾ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങളുടെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്.